ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ധൃതിപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറില്ലേ? എന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ദ വാല്യൂ ഓഫ് പേഷ്യൻസ് എന്നൊരു മനോഹരമായ കഥയിലൂടെയാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. The value of patience. The value of patience. ക്ഷമയുടെ മൂല്യം. അരുൺ, a young farmer, wanted his crops to grow fast. അരുൺ, ഒരു യുവ കർഷകൻ, തന്റെ വിളകൾ വേഗത്തിൽ വളരാൻ ആഗ്രഹിച്ചു. യങ് എന്നാൽ യുവ അല്ലെങ്കിൽ ചെറുപ്പക്കാരനായ. ഫാമർ എന്നാൽ കർഷകൻ. വാണ്ടഡ് എന്നത് വാണ്ട് ആഗ്രഹിക്കുക എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് രൂപമാണ്, അതായത് ആഗ്രഹിച്ചു എന്ന അർത്ഥം. ക്രോപ്സ് എന്നാൽ വിളകൾ. ടു ഗ്രോ ഫാസ്റ്റ് എന്നാൽ വേഗത്തിൽ വളരാൻ. ഫാസ്റ്റ് എന്നാൽ വേഗത്തിൽ. അപ്പോൾ അരുൺ, എ യങ് ഫാമർ, വാണ്ടഡ് ഹിസ് ക്രോപ്സ് ടു ഗ്രോ ഫാസ്റ്റ്. അരുൺ, ഒരു യുവ കർഷകൻ, തന്റെ വിളകൾ വേഗത്തിൽ വളരാൻ ആഗ്രഹിച്ചു. He became impatient when they did not grow overnight. രാത്രിക്കു രാത്രി അവ വളരാത്തപ്പോൾ അവൻ അക്ഷമനായി. became എന്നത് become ആകുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് ആയി. impatient എന്നാൽ അക്ഷമൻ അല്ലെങ്കിൽ ക്ഷമയില്ലാത്ത. ഓവർനൈറ്റ് എന്നാൽ രാത്രിക്കു രാത്രി അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട്. did not grow എന്നത് do not grow എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, വളർന്നില്ല എന്ന് അർത്ഥം. He became impatient when they did not grow overnight. രാത്രിക്കു രാത്രി അവ വളരാത്തപ്പോൾ അവൻ അക്ഷമനായി. His older neighbor, a wise man, noticed his frustration. അവന്റെ പ്രായമായ അയൽക്കാരൻ, ഒരു ജ്ഞാനിയായ മനുഷ്യൻ, അവന്റെ നിരാശ ശ്രദ്ധിച്ചു. ഓൾഡർ നെയ്ബർ എന്നാൽ പ്രായം ചെന്ന അയൽക്കാരൻ. വൈസ് മാൻ എന്നാൽ ജ്ഞാനിയായ മനുഷ്യൻ അല്ലെങ്കിൽ ബുദ്ധിമാനായ ആൾ. നോട്ടിസ്ഡ് എന്നത് നോട്ടിസ് ശ്രദ്ധിക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് ശ്രദ്ധിച്ചു. ഫ്രസ്ട്രേഷൻ എന്നാൽ നിരാശ അല്ലെങ്കിൽ മടുപ്പ്. അപ്പോൾ ഹിസ് ഓൾഡർ നെയ്ബർ, എ വൈസ് മാൻ, നോട്ടിസ്ഡ് ഹിസ് ഫ്രസ്ട്രേഷൻ എന്നതിന് അവന്റെ പ്രായമായ അയൽക്കാരൻ, ഒരു ജ്ഞാനിയായ മനുഷ്യൻ, അവന്റെ നിരാശ ശ്രദ്ധിച്ചു. Growth takes time, just like this tree, the neighbor explained. വളർച്ചയ്ക്ക് സമയമെടുക്കും, ഈ മരം പോലെ, അയൽക്കാരൻ വിശദീകരിച്ചു. ഗ്രോത്ത് എന്നാൽ വളർച്ച. ടേക്സ് ടൈം എന്നാൽ സമയമെടുക്കും. ജസ്റ്റ് ലൈക്ക് ദിസ് ട്രീ എന്നാൽ ഈ മരം പോലെ. എക്സ്പ്ലെയിൻഡ് എന്നത് എക്സ്പ്ലെയിൻ വിശദീകരിക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് വിശദീകരിച്ചു. അരുൺ ലിസൺഡ് ആൻഡ് ഡിസൈഡഡ് ടു ബി പേഷ്യന്റ്. അരുൺ ശ്രദ്ധിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ലിസൺഡ് എന്നത് ലിസൺ ശ്രദ്ധിക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് ശ്രദ്ധിച്ചു. ഡിസൈഡഡ് എന്നത് ഡിസൈഡ് തീരുമാനിക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് തീരുമാനിച്ചു. ടു ബി പേഷ്യന്റ് എന്നാൽ ക്ഷമയോടെ കാത്തിരിക്കാൻ അല്ലെങ്കിൽ ക്ഷമയുള്ളവനായിരിക്കാൻ. പേഷ്യന്റ് എന്നാൽ ക്ഷമയുള്ള. അരുൺ ശ്രദ്ധിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. He continued to water and care for his plants every day. അവൻ എല്ലാ ദിവസവും ചെടികൾക്ക് വെള്ളമൊഴിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. കണ്ടിന്യൂഡ് എന്നത് കണ്ടിന്യൂ തുടരുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് തുടർന്നു. ടു വാട്ടർ എന്നാൽ വെള്ളമൊഴിക്കാൻ. ടു കെയർ ഫോർ എന്നാൽ പരിപാലിക്കാൻ. പ്ലാന്റ്സ് എന്നാൽ ചെടികൾ. എവ്രി ഡേ എന്നാൽ എല്ലാ ദിവസവും. അപ്പോൾ he continued to water and care for his plants every day എന്നതിന് അവൻ എല്ലാ ദിവസവും ചെടികൾക്ക് വെള്ളമൊഴിക്കുകയും പരിപാലിക്കുകയും ചെയ്തു എന്ന് അർത്ഥം വരുന്നു. Soon his fields were full of healthy, ripe crops. താമസിയാതെ
അവന്റെ വയലുകൾ ആരോഗ്യകരവും വിളഞ്ഞതുമായ വിളകളാൽ നിറഞ്ഞു. സൂൺ എന്നാൽ താമസിയാതെ അല്ലെങ്കിൽ പെട്ടെന്ന്. ഫീൽഡ്സ് എന്നാൽ വയലുകൾ. വർ ഫുൾ ഓഫ് എന്നാൽ നിറഞ്ഞിരുന്നു. വർ എന്നത് ആർ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഹെൽത്തി എന്നാൽ ആരോഗ്യകരമായ. റൈപ്പ് എന്നാൽ വിളഞ്ഞ അല്ലെങ്കിൽ പഴുത്ത. സൂൺ ഹിസ് ഫീൽഡ്സ് വർ ഫുൾ ഓഫ് ഹെൽത്തി റൈപ്പ് ക്രോപ്സ്. താമസിയാതെ അവന്റെ വയലുകൾ ആരോഗ്യകരവും വിളഞ്ഞതുമായ വിളകളാൽ നിറഞ്ഞു. അരുൺ ഫൈനലി അണ്ടർസ്റ്റുഡ് ദ വാല്യൂ ഓഫ് പേഷ്യൻസ്. ക്ഷമയുടെ മൂല്യം അരുൺ ഒടുവിൽ മനസ്സിലാക്കി. ഫൈനലി എന്നാൽ ഒടുവിൽ അല്ലെങ്കിൽ അവസാനം. അണ്ടർസ്റ്റുഡ് എന്നത് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് മനസ്സിലാക്കി. വാല്യൂ എന്നാൽ മൂല്യം. പേഷ്യൻസ് എന്നാൽ ക്ഷമ. അരുൺ ഫൈനലി അണ്ടർസ്റ്റുഡ് ദ വാല്യൂ ഓഫ് പേഷ്യൻസ്. ക്ഷമയുടെ മൂല്യം അരുൺ ഒടുവിൽ മനസ്സിലാക്കി. ഇനി നമ്മുടെ റീഡിംഗ് പ്രാക്ടീസാണ്. നമുക്ക് ഈ കഥ ഇംഗ്ലീഷിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. അരുൺ, എ യങ് ഫാർമർ, wanted his crops to grow fast. He became impatient when they did not grow overnight. His older neighbor, a wise man, noticed his frustration. Growth takes time, just like this tree, the neighbor explained. Arun listened and decided to be patient. He continued to water and care for his plants every day. Soon, his fields were full of healthy, ripe crops. Arun finally understood the value of patience. Question and answer. ചോദ്യം 1. Who was Arun? അരുൺ ആരായിരുന്നു? ഉത്തരം: അരുൺ വാസ് എ യങ് ഫാർമർ. അരുൺ ഒരു യുവ കർഷകനായിരുന്നു. ചോദ്യം 2. വാട്ട് വാസ് അരുൺസ് മെയിൻ വിഷ്? അരുണിന്റെ പ്രധാന ആഗ്രഹം എന്തായിരുന്നു? ഉത്തരം: ഹി വാണ്ടഡ് ഹിസ് ക്രോപ്സ് ടു ഗ്രോ ഫാസ്റ്റ്. തന്റെ വിളകൾ വേഗത്തിൽ വളരാൻ അവൻ ആഗ്രഹിച്ചു. ചോദ്യം 3. വൈ ഡിഡ് അരുൺ ബിക്കം ഇംപേഷ്യന്റ്? എന്തുകൊണ്ടാണ് അരുൺ അക്ഷമനായത്? ഉത്തരം: ഹി ബിക്കേം ഇംപേഷ്യന്റ് വെൻ ദ ക്രോപ്സ് ഡിഡ് നോട്ട് ഗ്രോ ഓവർനൈറ്റ്. വിളകൾ രാത്രിക്ക് രാത്രി വളരാത്തപ്പോൾ അവൻ അക്ഷമനായി. ചോദ്യം 4. ഹൂ ഓഫേർഡ് അഡ്വൈസ് ടു അരുൺ? ആരാണ് അരുണിന് ഉപദേശം നൽകിയത്? ഹിസ് ഓൾഡർ നെയ്ബർ, എ വൈസ് മാൻ, നോട്ടിസ്ഡ് ഹിസ് ഫ്രസ്ട്രേഷൻ ആൻഡ് ഓഫേർഡ് അഡ്വൈസ്. പ്രായമായ അയൽക്കാരൻ, ഒരു ജ്ഞാനിയായ മനുഷ്യൻ, അവന്റെ നിരാശ ശ്രദ്ധിക്കുകയും ഉപദേശം നൽകുകയും ചെയ്തു. ചോദ്യം 5. വാട്ട് ഡിഡ് ദ നെയ്ബർ കമ്പയർ ഗ്രോത്ത് ടു? വളർച്ചയെ അയൽക്കാരൻ എന്തിനോടാണ് താരതമ്യം ചെയ്തത്? ഉത്തരം: The neighbor compared growth to a tree, saying, "Growth takes time, just like this tree." അയൽക്കാരൻ വളർച്ചയെ ഒരു മരത്തോടാണ് താരതമ്യം ചെയ്തത്. ചോദ്യം 6. What was the main value Arun finally understood? അരുൺ ഒടുവിൽ മനസ്സിലാക്കിയ പ്രധാന മൂല്യം എന്തായിരുന്നു? ഉത്തരം: He understood the value of patience. അവൻ ക്ഷമയുടെ മൂല്യം മനസ്സിലാക്കി. മോറൽ ഓഫ് ദ സ്റ്റോറി. അപ്പോ ഇന്നത്തെ കഥയിലെ ഗുണപാഠം എന്താണെന്ന് നമുക്ക് നോക്കാം. പേഷ്യൻസ് ഇസ് എ കീ എലമെന്റ് ഓഫ് സക്സസ്. വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ക്ഷമ.
ഇതൊരു വളരെ സത്യസന്ധവും ശക്തവുമായ ഗുണപാഠമാണ് അല്ലേ? അരുണിനെ പോലെ നമ്മൾ പലപ്പോഴും ധൃതിപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു സമയമുണ്ട്. അതിന് ക്ഷമയോടെയുള്ള പ്രയത്നവും കാത്തിരിപ്പും ആവശ്യമാണ്. പഠനത്തിലായാലും ഒരു പുതിയ പ്രോജക്റ്റിലായാലും ബന്ധങ്ങളിലായാലും ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടൂ, അല്ലേ? ഓരോ ചുവടും ശ്രദ്ധയോടെ വെച്ച് കൃത്യമായ സമയത്ത് ഫലം ലഭിക്കുമെന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോവുക. അപ്പോൾ ഇന്നത്തെ ഈ കഥയും അതിലെ വാക്കുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? താഴെ കമന്റ് ചെയ്ത് അറിയിക്കണേ. ഇതുപോലുള്ള കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ബൈ.